السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 186 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ആളും, ദായിഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന, നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും. ഉജൂറക്കും, നിങ്ങളുടെ പ്രതിഫലങ്ങൾ. യൗമൽ ഖിയാമത്തെ, അന്ത്യദിനത്തിൽ. ഫമൻ സുഹ്സിഹ, അപ്പോൾ ആര് അകപ്പെടുന്നുവോ, ആര് അകറ്റപ്പെടുന്നുവോ, അകപ്പെടുകയല്ല അകറ്റപ്പെടുക, അനിന്നാർ, നരകാഗ്നിയിൽ നിന്ന് ആരാണോ അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ, അവൻ വിജയിച്ചു കഴിഞ്ഞു. വമൽ ഹയാത്ത ദുനിയ, ഈ ലോക ജീവിതം, ഇല്ല മത്താഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. എന്തോ തകരാറ് പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ. വമൽ ഹയാത്തു ദുനിയ, ഈ ലോക ജീവിതം, ഇല്ല മത്താഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്കുകൾ നിറഞ്ഞതാണ്.
ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത്. എല്ലാവരും മരണത്തിൻ്റെ രുചി അറിയും. ഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങളുടെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും യൗമൽ ഖിയാമത്തി, വിചാരണ ദിനത്തിൽ, അന്ത്യദിനത്തിൽ. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്നത്ത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. എന്നിട്ട് നമ്മെ ഉണർത്തുന്നു, മൽ ഹയാത്തു ദുനിയ, ഈ ലോക ജീവിതം, ഇല്ല മത്താഉൽ ഗുറൂർ, വഞ്ചന നിറഞ്ഞ ചരക്കുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ ഈ ലോക ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താണ് നോക്കിക്കാണാൻ പോകുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. എവരി സോൾ ഷാൽ ടേസ്റ്റ് ഡെത്ത്, ഓരോ ആത്മാവും, നമ്മൾ ഓരോരുത്തരും അത് കരുതിയിരിക്കണം. ഓരോ ആത്മാവും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും, അത് അനുഭവിച്ചറിയും, അവൻ ഈ ലോകം വിട്ടു പോകും. ഇനി ആൻഡ് യു ഷാൽ ബി പെയ്ഡ് ഫുൾ യുവർ റിവാർഡ്, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണ തോതിൽ നൽകപ്പെടും. ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ, വിചാരണ നാളിൽ. നിങ്ങൾ ചെയ്ത സകല പ്രവർത്തനങ്ങളെക്കുറിച്ചും കണക്കെടുപ്പ് നടത്തി നിങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം നൽകപ്പെടും. എല്ലാം മുൻകൂട്ടി നമുക്ക് വാണിംഗ് തന്നിരിക്കുകയാണ്. ഇന്ന ഈ റോഡിലൂടെ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് വളവുണ്ട്, തിരിവുണ്ട്, മറവുണ്ട്, നിങ്ങൾ സ്പീഡ് കുറച്ച് പോവുക. അങ്ങനെ നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്കിതാ ഈ ശരീരവുമായി നമ്മൾ നിൽക്കുകയാണ്. ഇതിനകത്തൊരാത്മാവ് വസിക്കുന്നുണ്ട്. ഈ ആത്മാവ് ഈ ശരീരം വിട്ടു പോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇഹലോകത്ത് വെച്ച് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കൊരു റിവാർഡ്, പ്രതിഫലം നൽകുന്നതാണ്. അത് വിചാരണയ്ക്കായ ഒരു ദിനം നാം നിശ്ചയിച്ചിട്ടുണ്ട്. ദെൻ ഹൂഎവർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഫയർ ഓഫ് ഹെൽ, നരകാഗ്നിയിൽ നിന്ന് ആരെയാണോ നീക്കം ചെയ്യപ്പെടുന്നത്, ആൻഡ് ഈസ് അഡ്മിറ്റഡ് ടു പാരഡൈസ്, എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നത്, ഹാസ് ഇൻഡീഡ് അറ്റൈൻ ഹിസ് ഗോൾ, തീർച്ചയായിട്ടും അവൻ അവൻ്റെ ലക്ഷ്യം നേടി. അപ്പം നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം നരകാഗ്നിയിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവുമാണ്. അതിന് പര്യാപ്തമായ എല്ലാ മാർഗരേഖകളും നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആളെയും നിയോഗിച്ചിരിക്കുന്നു. നമ്മൾ ആ മാർഗരേഖകളനുസരിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേരുന്നതാണ്. അതല്ലെങ്കിൽ അപകടം നിറഞ്ഞ ഇഹലോക പാതകൾ പോലെ ഈ യാത്രയിലും വളരെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ബുദ്ധിശക്തി മനുഷ്യന് അല്ലാഹു തആല പ്രദാനം ചെയ്തിരിക്കുന്നു. ആൻഡ് ഈസ് അഡ്മിറ്റഡ് ടു പാരഡൈസ് ഹാസ് ഇൻഡീഡ് അറ്റൈൻഡ് ഹിസ് ഗോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനമാണ്. ആ സ്വർഗപ്രവേശനത്തിന് പര്യാപ്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായി മാനവ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ആ ഗാംഭീര്യം ഈ പ്രപഞ്ചത്തിലൂടെ കാണിച്ചു കൊടുത്ത് മനുഷ്യനെ അത്ഭുത സൃഷ്ടിയായി സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ നിലനിർത്തി തൻ്റെ സമസൃഷ്ടികളെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയാത്ത കശ്മലന്മാരായ മനുഷ്യമൃഗങ്ങളായി മാറിപ്പോകാതിരിക്കാൻ അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ടും ഇവയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥമായ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് കാട്ടിക്കൊടുക്കുന്നതിനായി റഹ്മത്തുൽ ആലമീനായ ഒരു ദൂതനെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കത്തക്ക നിലയിലുള്ള അധ്യാപനങ്ങളുമായി അത് പഠിപ്പിക്കുവാൻ കാലാകാലങ്ങളിൽ ആളുകളെയും നിയോഗിക്കുന്നു. വീണ്ടും അത് പോയി അങ്ങനെ നിലനിൽക്കുകയാണ്. ഓക്കെ, അല്ലാഹു തആല
നമുക്ക് ആൻഡ് ലൈഫ് ഓഫ് ദിസ് വേൾഡ് ഈസ് നത്തിങ് ആൻ ഇല്യൂഷറി എൻജോയ്മെൻറ്റ്. മായികമായ ഒരു ആസ്വാദന കേന്ദ്രം മാത്രമാണ് ഈ ലോക ജീവിതം. ഇല്യൂഷറി എൻജോയ്മെൻറ്റ്, മായികമായ, നമുക്ക് തോന്നും എന്തോ ഒരു സുഖം എന്നൊക്കെ നമുക്ക് തോന്നും. വെറും മായികമായ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവിടെ. ഇത് നിലനിൽക്കുന്നതല്ല, വെറും താൽക്കാലികമാണ്. ഈ നിഴലിൻ്റെ പുറയിൽ പോകാതെ ശാശ്വതമായ നിലയിലുള്ള സുഖസൗഭാഗ്യങ്ങൾ നേടുന്നതിന് പര്യാപ്തമായ ജീവിതം നയിക്കുവാൻ അല്ലാഹു തആല ഈ വചനത്തിലൂടെ മാനവരാശിയെ ഉത്ബോധിപ്പിക്കുകയാണ്. അത് അവരുടെ നെഞ്ചകത്ത് തട്ടത്തക്ക നിലയിലാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എൻ്റെ ഓരോരുത്തരും, എല്ലാ ആളുകളും ഒന്നൊഴിയാതെ ഈ മരണത്തെ രുചിക്കും. അതിന് ആളെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണിത്. ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നാം പാഠം പഠിക്കുന്നില്ല എങ്കിൽ ദിസ് വേഴ്സ് ഈസ് എ റീഅഷുറൻസ് ഫോർ ദ എലക്ട്സ് ഓഫ് അല്ലാഹ്. അള്ളാഹു തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾക്ക് വീണ്ടും ഒരു ഉറപ്പ് നൽകുകയാണ് ഈ വചനം. that their Lord shall personally deal with their tormentors. അള്ളാഹുവിൻ്റെ ഈ ദൂതന്മാരെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ, ടോർമെൻറ്റേഴ്സ്. ഈ ദ്രോഹിക്കുന്ന ആളുകളെ അല്ലാഹു തആല വ്യക്തിപരമായി പേഴ്സണലി ഡീൽ, അല്ലാഹു തആല തന്നെ അത് കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ്. ഫോർ ഓൾ ഹ്യൂമൻ ഷാൽ ഡൈ. ആ ഉറപ്പെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും മരിക്കും. ആൻഡ് ദെയർ ഫൈനൽ അക്കൗണ്ട് ഷാൽ ബി ബിഫോർ ദ അൾട്ടിമേറ്റ് മാസ്റ്റർ. പരമമായ ആ ഉടമസ്ഥനിലാണ് അവരുടെ എല്ലാം അക്കൗണ്ടുകൾ, ഫൈനൽ അക്കൗണ്ട്. അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ എവിടെങ്ങ് രക്ഷപ്പെട്ടു പോകും എന്ന് കരുതണ്ട. അവരുടെ അക്കൗണ്ടുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഇന്നത്തെ ഇത് പലപ്പോഴും നിന്ന് പോകുന്നത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ജസാക്കല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് ബന്ധപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.